അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിൽ വളരെ കാലം മുമ്പ് തന്നെ നമ്മൾ പാരായണം ചെയ്തു പോരുന്ന ഒരു മൗലിദ് ഗ്രന്ഥമാണ് ഷറഫുൽ അനാം. ഈ മൗലിദ് ഗ്രന്ഥത്തിൻ്റെ ഏകദേശം മധ്യത്തിൽ അസ്റഖൽ ബദറു അലൈന എന്ന് തുടങ്ങുന്ന വരികൾ നമ്മൾ ചൊല്ലാറുണ്ട്. ഇതിൽ അതിൻ്റെ അവസാനത്തിൽ യാ വലിയൽ ഹസനാത്തി എന്ന് തുടങ്ങുന്നൊരു ഭാഗം, അത് അഷ്റഖയുടെ ഭാഗമാണോ അല്ലേ എന്നൊരു ചർച്ച ഈ അടുത്ത് വന്യരായ നജീബ് ഉസ്താദ് നടത്തുകയും 2 തവണകളിലായി ഉസ്താദ് അവറുകൾ അതിന് നിവാരണം നൽകുകയും ചെയ്തത് നമ്മളൊക്കെ കേട്ടതാണ്. നജീബ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ തന്നെ പുറത്തിറങ്ങുന്ന മാസികയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യവും ആ ചോദ്യത്തിന് ഉസ്താദ് അവറുകൾ നൽകിയ മറുപടിയും ആദ്യം ഞാനൊന്ന് വായിക്കാം. നുസ്രത്തിൽ ഉസ്താദ് അവറുകൾ നൽകുന്ന മറുപടി, യാ വലിയൽ ഹസനാത്തി എന്നത് മുതൽ ഇന്ന് മൗലിദുകളിൽ കാണുന്ന ഭാഗം ഷറഫുൽ അനാം മൗലിദിൻ്റെ ശരിയായ ഒരു നുസ്ഖയിലും ഉള്ളതല്ല. പഴയ മൗലിദിൻ്റെ ഏടുകളിലോ ഇതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലോ ആ ഭാഗമില്ല. അഷ്റഖ ബൈത്തുമായി ഘടനയിലും ഇതിന് വ്യത്യാസമുണ്ടല്ലോ. ഫ അലൈക്കല്ലാഹു സ്വല്ല ദായിമൻ തൂലദ്ദുഹൂർ എന്ന വരിയിൽ അഷ്റഖ ബൈത്ത് അവസാനിക്കുന്നതായാണ് പഴയ ഏടുകളിലും വ്യാഖ്യാതാക്കളുടെ പകർപ്പുകളിലുമെല്ലാമുള്ളത്. ഹിജ്റ 1286 രചന പൂർത്തിയായ ഷെയ്ഖ് മുഹമ്മദ് നൂവിയുടെ ഷറഫുൽ അനാം വ്യാഖ്യാന ഗ്രന്ഥത്തിലും ഈ ഭാഗമില്ല. അതിനാൽ ഇതു പിന്നീട് ഇതിനോട് അനുബന്ധമായി കൂട്ടിച്ചേർത്തതാണ്. ഹിജ്റ 1271 വഫാത്തായ തമിഴ്നാട്ടിലെ കീളക്കരയിലെ ഷീനി മുഹമ്മദ് ലബ്ബൈ ആലിം സാഹിബ് അവർകൾ രചിച്ച മൗലിദുൽ ഹഖായിഖിൽ അഷ്റഖ ബൈത്തിൻ്റെ ചില ഭാഗങ്ങൾ ചേർത്തിട്ടുണ്ട്. അതിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സംബോധനയായി യാ വലിയൽ ഹസനാത്തി എന്ന വരികളും ചേർത്തു കാണുന്നു. ഇങ്ങനെ തുടർന്ന് കഫിറൻ അന്നി ദുനൂബി, ഉസ്താദ് അവറുകൾ പറഞ്ഞതനുസരിച്ച് കഫിറു അന്നി ദുനൂബി എന്ന് പറയുന്ന വരികളുമായി ബന്ധപ്പെട്ട അത് ഇസ്തിഷ്ഫാ ആണ് എന്നൊക്കെ സമർത്ഥിക്കുന്ന രൂപത്തിലുള്ള ചില ഉദ്ധരണികൾ കൂടെ സംസാരങ്ങൾ കൂടെ ശേഷം ഉസ്താദ് നടത്തിയിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഉസ്താദ് അവറുകൾ പറഞ്ഞ യാ വലിയൽ ഹസനാത്തി ഷറഫുൽ അനാമിൻ്റെ പഴയ നുസ്ഖകളിലുണ്ടോ, ഉസ്താദ് കൊണ്ടുവന്ന 2 നുസ്ഖകൾ അത് ഉസ്താദ് പറഞ്ഞ ആശയത്തിന് തെളിവാകുമോ എന്ന് പരിശോധിക്കുകയാണ്. അതിനു മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസം ഉസ്താദ് അവറുകളോട് ചോദിച്ച ചോദ്യവും അതിന് ഉസ്താദ് നൽകുന്ന ഇതേ ആശയം വരുന്ന ആ മറുപടിയുടെ ഭാഗവും കൂടെ നമുക്ക് ആദ്യം അല്പമൊന്ന് കാണാം. ശേഷം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതികരിക്കാം. ഇത് സംബന്ധിച്ച് ബുൽബുലിൽ ഒരു നിവാരണം മുമ്പ് വന്നിട്ടുണ്ട്, നിവാരണം എഴുതിയിട്ടുമുണ്ട്. അഷ്റഖ ബൈത്ത് എന്ന് പറയുന്നത് അഷ്റഖ ബൈത്തിൽ പെട്ടതല്ല യാ വലിയൽ ഹസനാത്തി. യാ വലിയൽ ഹസനാത്തി വരെയുള്ള ഭാഗങ്ങൾ എന്നാണല്ലോ. അഷ്റഖൽ ബദറു അലൈന ഫഖഫത് മിൻഹുൽ ബുദൂർ മിഥല ഹുസ്നിക മാ റഅയ്ന ഖത്തു യാ വജ്ഹ സുറൂർ. ഈ എന്നുള്ള അവസാനിപ്പിക്കുന്നതായിട്ടാണ് അഷ്റഖ ബൈത്തിലെ വരികളൊക്കെ. ആ വരികളിൽ നിന്നും ശൈലി കൊണ്ടും അതിൻ്റെ അവസാനം കൊണ്ടും എല്ലാം വ്യത്യസ്തമാണ്. യാ വലിയൽ ഹസനാത്തി എന്ന് പറയുന്ന വരികൾ. അപ്പൊ മനസ്സിലാക്കുക, അഷ്റഖ ബൈത്തിൽപ്പെട്ടതേ അല്ല യാ വലിയൽ ഹസനാത്തി. യാ വലിയൽ ഹസനാത്തി എന്ന് പണ്ടത്തെ മൗലിദിന്റെ ഏടുകളിൽ ഉണ്ടായിരുന്നുമില്ല. പഴക്കമുള്ള ഏടുകൾ എൻ്റെ കയ്യിൽ സൂക്ഷിപ്പുണ്ട്, പഴയ കാലത്തുള്ള ഏടുകൾ. ആ ഏടുകളിലൊന്നും തന്നെ യാ വലിയൽ ഹസനാത്തില്ല, അവസാനിക്കുകയാണ്. ഇനി ഷറഫുൽ അനാം മൗലിദിന് ഹാഷിയുണ്ട്. ആ ഹാഷിയകളിലും ഈ ബെയ്ത്തില്ല, യാ വലിയൽ ഹസനാത്തി എന്നുള്ള ബെയ്ത്തില്ല. അപ്പൊ യാ വലിയൽ ഹസനാത്തി എന്നുള്ള ബെയ്ത്ത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്ന് ചിന്തിക്കണം. അപ്പോൾ അത് മനസ്സിലാവും. അഷ്റഖൽ ബദറു അലൈന എന്ന് പറഞ്ഞ ബെയ്ത്തുകളിൽ അവസാനം വരെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് നബിയോട് കാര്യങ്ങൾ പറഞ്ഞും നബിയുടെ മുഅ്ജിസത്തുകൾ വിവരിച്ചും നബിയിൽ നിന്നുണ്ടായ സംഭവങ്ങൾ പറഞ്ഞിട്ടും നബിയോട് പ്രത്യേകമായി ചില സഹായങ്ങൾ തേടിയിട്ടും എല്ലാമുള്ള വരികൾ ഉൾക്കൊള്ളുന്നതാണ് അഷ്റഖ ബൈത്ത്. നബിയെ സംബോധന ചെയ്തുകൊണ്ടാണ് അഷ്റഖ ബൈത്തിന്റെ ഫുള്ളായിട്ടുള്ള പോക്ക്.
ഇതേ അശറക്ക ബെയ്ത്തിന് മറ്റു ചില ആളുകൾ, ഉദാഹരണമായി കീഴക്കരയിലെ ഷീനി ലബ്ബ അലിം സാഹിബെ പോലുള്ള ചില ആളുകൾ ഈ അശറക്ക ബെയ്ത്തിനെ കൂട്ടിയപ്പോ യാ വലിയൽ ഹസനാത്തി എന്ന് പറഞ്ഞ ഒരു ഭാഗം അവരുടെ ഒക്കെ അശറക്ക ബെയ്ത്തിലുണ്ട്. ആ അശറക്ക ബെയ്ത്തിന്റെ തല കണ്ടാൽ തന്നെ യാ വലിയൽ ഹസനാത്തി പിന്നെയാ. അതിന്റെ മുമ്പാണ് എന്നൊക്കെ പറയുന്നത്. യാ വലിയൽ ഹസനാത്തി, ഹസനാത്തി പിന്നെതാ അതില് കഫീറൻ അന്നീ ദുനൂബി എന്ന് പറഞ്ഞെടുത്ത് ആ യാ വലിയൽ ഹസനാത്തി എന്ന് എഴുതിയിട്ടുള്ള കഫീറൂ അന്നീ ദുനൂബിന, കഫീറൂ അന്നീ ദുനൂബിന. കഫിറു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖിതാബ് ചെയ്തുകൊണ്ട് പൂജ്യ ബഹുവചനമായി അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞ ശബ്ദമാണ് കഫിറു അന്നീ. അള്ളഹാനോട് എങ്ങനെ ഗഫിറു എന്ന് പറയാൻ പറ്റുമോ? ബഹുവചനത്തെ നമ്മൾ ആരും അള്ളഹാനോട് സംസാരിക്കാറില്ല. അന്ത എന്ന് മാത്രമേ പറയുള്ളൂ. അന്തുന്നോ കഫിർ എന്ന് പറഞ്ഞു കൊടുത്ത് കഫിറു എന്നോ പറയാൻ പറ്റില്ല. അപ്പോ യാവലിയൽ ഹസനാത്തി എന്ന് പറഞ്ഞ ആ വരികളൊക്കെയും അള്ളാഹുവിന്റെ റസൂലിനോട് തന്നെ സംബോധന ചെയ്ത് നബിയോട് തന്നെ കാര്യങ്ങൾ പറയുന്ന ഇസ്തിഷ്ഫാഇന്റെ ഭാഗമായിട്ട് അശറക്ക ബൈത്തിൽ ചിലർ കൂട്ടിച്ചേർത്തിട്ടുള്ള ഭാഗമാണ്. പിന്നീട് ഇതാണ് ഉസ്താദ് അവർകൾ ഈ വിഷയത്തിൽ നടത്തുന്ന നിരീക്ഷണം. മൗലിദിൻ്റെ ശരിയായ ഒരു നുസ്ഖയിലും ഇതില്ല, പഴയ വ്യാഖ്യാനങ്ങളിൽ ഇതില്ല, അസറക്ക ബൈത്തിൻ്റെ ഘടനയുമായി ഇതിന് വ്യത്യാസമുണ്ട് തുടങ്ങിയ ന്യായങ്ങളൊക്കെയാണ് ഉസ്താദ് അവർകൾ നിരത്തുന്നത്. അതിന് ന്യായമായി ഉസ്താദ് കൊണ്ടുവന്ന ഷെയ്ഖ് മുഹമ്മദ് നബവി അൽ ജാവി എന്നവരുടെ 1286 പുറത്തിറങ്ങിയ രചനപൂർത്തിയായ ഗ്രന്ഥത്തിൽ ഇതില്ല എന്ന ന്യായം ഉസ്താദ് അവർകൾ പറയുന്നുണ്ട്. ഒരു ഷറഹിലും അസ്റഖ ബൈത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തിലും ഈ ഒരു വരി യാ വലിയൽ ഹസനാത്തി ഇല്ല എന്നും ഉസ്താദ് അവർകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നാൽ അത് ശരിയല്ല, അത് അബദ്ധമാണ്. കാരണം അസ്റഖ ബൈത്തടങ്ങുന്ന ഷറഫുൽ അനാം മൗലിദിന് വളരെ വലിയ ഒരു വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അഹ്മദുൽ മർസൂഖി റളിയല്ലാഹു അൻഹു. നമ്മൾ ദർസിലോതി പഠിക്കുന്ന അഖീദത്തുൽ അവാമിൻ്റെ മുസന്നിഫ് നാളീമു തിൽക അഹ്മദുൽ മർസൂഖി മയ്യന്തമീ ലിസ്സാദിഖിൽ മസ്ദൂഖി എന്ന് പറയുന്ന നമ്മൾ ഓതിപ്പടിച്ച അഹ്മദുൽ മർസൂഖി തങ്ങൾ, ആ അഹ്മദുൽ മർസൂഖി റളിയല്ലാഹു അൻഹുവിൻ്റെ ബുലൂഗുൽ മറാം ലിബയാനി അൽഫാദി മൗലിദി സയ്യിദിൽ അനാം എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി ഈ പറയുന്ന വരികൾ മഹാനവറുകൾ നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല ആ വരികളെ മഹാനവറുകൾ ശറഹ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആമുഖത്തിൽ മഹാനവറുകൾ എഴുതി ഹാദിഹി സിത്തത്തു അബിയാത്തിൻ മജ്സൂഇർ റമലി തസ്തമിലു അല തദർറുഇ വലിബ്തിഹാലി വദ്ദുആഇ ബിത്വലബിൽ ഖൈരി മിനല്ലാഹി ദിൽ ജലാലി അൽ മുതഫദ്ദിലി അലൽ ഇബാദി ബിനൈലിൽ ആമാൽ. ഇതിന് ശേഷം അതിൻ്റെ ഇഅ്റാബടക്കം മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അഹ്മദുൽ മർസൂഖി തങ്ങളുടെ ശറഹിൽ ഇതുണ്ട്. ഇനി അഹ്മദുൽ മർസൂഖി റളിയല്ലാഹു അൻഹു ആവട്ടെ മുഹമ്മദ് നബവി അൽ ജാവി എന്നവരുടെ ശറഹിൽ ഇതില്ല എന്ന് പറയാൻ ഉസ്താദ് അവറുകൾ കൊണ്ടുവന്ന വർഷം 1286 രചന പൂർത്തിയായി എന്നാണ്. 1286 അതേ വർഷം തന്നെ ത്വബഅ് പൂർത്തിയായ അഹ്മദുൽ മർസൂഖി തങ്ങളുടെ രചനയുടെ ത്വബഅ് പൂർത്തിയായ വർഷം, ഇന്ന് നമുക്ക് ലഭ്യമാവുന്ന കോപ്പിയുടെ ത്വബഅ് പൂർത്തിയായ വർഷമാണ് നബവിയുടെ ഈ ശറഹ് പൂർത്തിയായി എന്ന് പറയുന്ന മുഹമ്മദ് നബവി അൽ ജാവി എന്നവരുടെ ശറഹ് പൂർത്തിയായി എന്ന് പറയുന്ന വർഷം. അതിൻ്റെ അവസാനത്തിൽ കാണാം വഖദ് വാഫഖ തമാമു ത്വബഇഹി വ തൻഖീഹു ഇബാറാത്തിഹി വ ഉമൂമു നഫ്ഇഹി അവാഖിറ ജുമാദൽ ഊലാ മിൻ സനതി 86 വ 80 വ 200 വ 1000 മിൻ ഹിജ്റത്തി മൻ ഖലഖഹുല്ലാഹു അലാ അക്മലി വസ്ഫിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബവി അൽ ജാവി എന്നവരുടെ ആ ശറഹ് പൂർത്തിയായ വർഷത്തിൽ, അതേ വർഷത്തിൽ ലഭ്യമായ ത്വബഅ് ഇന്ന് നമുക്ക് വളരെ സുലഭമായി ലഭിക്കും. എന്നാൽ അഹ്മദുൽ മർസൂഖി തങ്ങളാകുന്ന ബുലൂഗുൽ മറാമിൻ്റെ മുസന്നിഫ്, ഷറഫുൽ അനാമിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൻ്റെ മുസന്നിഫായ അഹ്മദുൽ മർസൂഖി തങ്ങളുടെ ജനനവും മരണവും നോക്കി പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന വർഷത്തിൻ്റെയും മുമ്പാണ്. 1262 മഹാനായ അഹ്മദുൽ മർസൂഖി തങ്ങൾ വഫാത്താവുന്നത്. അപ്പോൾ മുഹമ്മദ് നബവി അൽ ജാവി എന്നവരുടെ ശറഹ് പൂർത്തിയാകുന്നതിൻ്റെയും വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ലഭ്യമായ ആ ശറഹിൽ ഈ ഭാഗമുണ്ട്
അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. മാത്രമല്ല ബുൽബുലിൽ ഉസ്താദ് കൊടുത്ത മറുപടിയിൽ പോലും ചെറിയ വൈരുദ്ധ്യമുണ്ട്. കാരണം 1286 രചന പൂർത്തിയായതിൽ ഇതില്ല എന്ന് ഉസ്താദ് ആദ്യം പറഞ്ഞു. രണ്ടാമത് 1271 അതിൻ്റെയും മുമ്പ് സീനി മുഹമ്മദ് ലബ്ബൈ ആലിം സാഹിബ് മൗലിദുൽ ഹഖായിഖ് എന്ന പേരിൽ അശ്റഖ ബൈത്തിനെ കൂടെ അവരുടെ മൗലിദ് സമാഹാരത്തിലേക്ക് ചേർത്തപ്പോൾ അതിൽ ഈ വരികൾ ഉണ്ട് എന്നും പറയുന്നു. 1271 സീനി മുഹമ്മദ് ലബ്ബൈ ആലിം സാഹിബിൻ്റെ കോപ്പിയിൽ ഇതുണ്ട്. ശേഷമുള്ള മുഹമ്മദ് നബവി അൽ ജാവി എന്നവരുടെ ശറഹിൽ ഇതില്ല. അപ്പോൾ പിന്നെ ഒന്നുകൂടെ ആധികാരികം ബഹുമാനപ്പെട്ട ലബ്ബൈ ആലിം സാഹിബിൻ്റെതല്ലേ. അപ്പോൾ അതടിസ്ഥാനപ്പെടുത്തിയല്ലേ നമ്മൾ ഒന്നുകൂടെ ആധികാരികമായി നമുക്ക് പറയാൻ കഴിയുക ഇത് കോപ്പിയിൽ ഉണ്ട് എന്ന്. പിൽക്കാലഘട്ടത്തിൽ ലഭ്യമായതിനെയാണോ നമ്മൾ ആശ്രയിക്കേണ്ടത്? ആ നിലയിലും ആ മറുപടിയിൽ ചെറിയ പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒരു ശറഹിലും ഇല്ല എന്ന് ഉസ്താദ് അവർകൾ പറഞ്ഞത് വലിയ അബദ്ധമാണ് എന്ന് മാത്രമല്ല, ബുലൂഗുൽ മറാമിൽ അത് വളരെ വ്യക്തമായി അതിൻ്റെ മുസന്നിഫ് അഹ്മദുൽ മർസൂഖി തങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഒന്നാമതായി ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ഇതില്ല എന്ന ഭാഗത്തിന് മറുപടിയായി പറയുകയാണ്. രണ്ടാമത്തത് പഴയകാല സറഫുൽ അനാമിൻ്റെ കോപ്പികളിലൊന്നും ഇതില്ല എന്നതാണ്. അതും വലിയ അബദ്ധമാണ്. കാരണം ഉസ്താദ് അവറുകളുടെ കയ്യിലുള്ള കോപ്പിയിൽ ഇതില്ല എന്നത് ചിലപ്പോൾ സത്യമായിരിക്കും, അത് സത്യമായിരിക്കാം. മൗലിദിൻ്റെ ചില നുസ്ഖകളിൽ ഇതില്ല എന്നതുകൊണ്ട് മാത്രം എങ്ങനെയാണ് ഈ ഭാഗമില്ല എന്ന് വരിക? ഞാൻ പറഞ്ഞു അഹ്മദുൽ മർസൂഖി തങ്ങളുടെ കോപ്പിയിലുണ്ട്, ഉസ്താദ് അവറുകൾ പറഞ്ഞതിൻ്റെയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട കോപ്പിയാണ് എന്നും പറഞ്ഞു. എന്നാൽ അതുപോലെ തന്നെ അതിൻ്റെയും വർഷങ്ങൾക്ക് മുമ്പ് ലഭ്യമായ കോപ്പികൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. 1269 അതായത് ലബ്ബൈ ആലിം സാഹിബിൻ്റെ മൗലിദുൽ ഹഖായിഖ് അവർ വഫാത്താവുന്നത് 71 അതിൻ്റെയും 2 വർഷം മുമ്പ് ഇറങ്ങിയ കോപ്പി നമുക്കിന്ന് ലഭ്യമാണ്. 1286 ഷെയ്ഖ് നബവിയുടെ ശറഹ് പൂർത്തിയായത്. അതിൻ്റെയും 10-17 വർഷങ്ങൾക്ക് മുമ്പുള്ള നുസ്ഖ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതിൽ ഈ പറയുന്ന യാ വലിയൽ ഹസനാത്തി എന്ന് തുടങ്ങുന്ന ഭാഗമുണ്ട്. 1288 കോപ്പിയിൽ ഇതുണ്ട്, 1290 കോപ്പിയിൽ ഇതുണ്ട്. അതെല്ലാം ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇങ്ങനെ പൗരാണിക കാലത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ശറഹും ആ ശറഹിൻ്റെ സമകാലികമായും അതിൻ്റെ മുമ്പുള്ളതായുമൊക്കെയുള്ള രചനകളിൽ മൗലിദ് സമാഹാരങ്ങളിലുള്ള കോപ്പികളിലൊക്കെ ഈ പറയുന്ന യാ വലിയൽ ഹസനാത്തി എന്ന ഭാഗമുണ്ട് എന്ന് സാന്ദർഭികമായി ശ്രോതാക്കളെ ഉണർത്തുകയാണ്. അതുകൊണ്ട് പഴയ മൗലിദിൻ്റെ ഏടുകളിലില്ല, വ്യാഖ്യാനങ്ങളിലില്ല എന്ന് പറയുന്ന 2 ഭാഗവും ശരിയല്ല എന്ന് ഉണർത്തുകയാണ്. ഇനി മറ്റൊന്ന്, അശ്റഖ ബൈത്തിൻ്റെ ഘടനയുമായി ഇതിന് വ്യത്യാസമുണ്ട് എന്നതാണ്. അശ്റഖ ബൈത്തിൻ്റെ ഘടനയുമായി യാ വലിയൽ ഹസനാത്തിക്ക് വ്യത്യാസമുണ്ട്. അത് മൗലിദുകളുടെ ഒരു രീതി നമുക്ക് പലപ്പോഴും കാണുന്നതാണ്. മൗലിദുകളുടെ അവസാനത്തിൽ ഒരു പ്രാർത്ഥനയായി ഇതിനെ നൽകിയതാവാം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. മൗലിദിൻ്റെ അവസാനത്തിൽ ഒരു ദുആ എന്ന നിലക്ക് അത് മുസന്നിഫ് തന്നെ കൂട്ടിച്ചേർത്തതാണ് എന്ന് മനസ്സിലാക്കാനേ നമുക്ക് തരമുള്ളൂ. കാരണം നമുക്ക് ലഭ്യമാകുന്നിടത്തെല്ലാം അതുണ്ട്. മൗലിദുകളിൽ ചിലപ്പോൾ കവിതാ നിയമങ്ങൾ അതിൻ്റെ ഘടനക്കൊക്കെ എതിരായി ധാരാളം വരാറുണ്ടല്ലോ. അശ്റഖയിൽ തന്നെ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കവിതാ നിയമങ്ങളോട് ചില സ്ഥലങ്ങളിലെങ്കിലും യോജിക്കാത്ത ഒരു രീതി ഇത്തരം കവികൾ ഇത്തരം രചനകൾ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് മൗലിദ് രചനകളിലൊക്കെ വ്യാപകമായി അങ്ങനെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് മാത്രം ഇതിൽപ്പെട്ടതല്ല എന്ന് പറയുന്നത് ശരിയല്ല. മറ്റൊന്ന്, ഉസ്താദ് അവർകൾ പറഞ്ഞ മറ്റൊരു കാര്യം കഫിറു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള തഅവീമിന്, ആ തഅവീമോടുകൂടെയുള്ള ജംഇൻ്റെ പദം ഉപയോഗിച്ച് കഫിറു അന്നീ ദുനൂബി എന്നും ഉസ്താദ് പറയുന്നുണ്ട്. അതുകൊണ്ട് കൈ ഉയർത്തേണ്ടതില്ല. ഇസ്തിഗാസയുടെ സമയത്ത്, ഇസ്തിശ്വാഇൻ്റെ സമയത്ത് കൈ ഉയർത്താറില്ലല്ലോ എന്നൊക്കെയാണ് ഉസ്താദ് അവർകൾ പറഞ്ഞത്. അവിടെയും നമുക്ക് വിയോജിപ്പുണ്ട്. കഫിറു അന്നീ ദുനൂബി എന്ന് ഉസ്താദ് അവർകൾ തന്നെ ബുൽബുലിൽ എഴുതിയപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വഅഫുലി അൻ സയ്യിആത്തി എന്ന് വഅഫു എന്നത് മുഫ്രദിൻ്റെ പദമായാണ് ഉപയോഗിച്ചത്. കഫിറു എന്നത് പൂജ്യ ബഹുവചനമായാണ് അതിലുള്ളത് എന്ന് ഉസ്താദ് അവർകൾ നൽകുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത പദം വഅഫു എന്ന് പറയുന്നത് മുഫ്രദാണ്, ഏകവചനമായിട്ടാണ് നൽകുന്നത്. പിന്നീട് വരുന്നത് അൻത എന്ന് തുടങ്ങുന്ന ഖിതാബ് ഇട്ടുകൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അവസാനത്തിലെത്തുമ്പോൾ
റബ്ബി വറഹംന എന്ന് പറയുന്ന ഭാഗത്തെത്തുമ്പോൾ അത് അള്ളാഹുവിനോടുമാണ് എന്നൊക്കെ എന്തിനാണ് ആക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് എന്ന് വെച്ചാൽ അതിന് പ്രശ്നമില്ല, അത് ഇസ്തിഗാസയാണ്. അതല്ല അള്ളാഹുവിനോടാണോ എങ്കിൽ അത് ഹഖീഖിയായി നമ്മുടെ ദുആ തന്നെയാണ്. രണ്ടാണെങ്കിലും കൈ ഉയർത്തുന്നതിനെന്താണ് തടസ്സം എന്നും നമുക്ക് മനസ്സിലായില്ല. യാ വലിയൽ ഹസനാത്തി എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനോടുള്ള തേട്ടമാണെങ്കിലും പൊതുവിൽ കൈ ഉയർത്താറില്ല എന്നാണ് ഉസ്താദ് അവറുകൾ പറയുന്ന ന്യായം. എങ്ങനെയാണത് ശരിയാവുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ ഹദ്ദാദിൻ്റെ അവസാനത്തിൽ നമ്മൾ ചൊല്ലുന്ന ഹദ്ദാദ് കഴിഞ്ഞ് റാത്തീബ് കഴിഞ്ഞ ഇതിൻ്റെ അവസാനത്തിൽ നമ്മൾ ഓതുന്ന യാ അലി മസ്സിരി മിന്ന ലാ തഹ്തീക സിത്ര അന്ന തുടങ്ങുന്ന വരികൾ പറയുമ്പോൾ നമ്മൾ കൈ ഉയർത്താറില്ലേ? അതുപോലെ തന്നെ നമ്മൾ ദർസിൻ്റെ പ്രാരംഭത്തിൽ നമ്മൾ ബൈത്തായിട്ടല്ലേ ദുആ ചെയ്യാറ്. അപ്പോൾ ദുആ നളുമായാലും നസറായാലും കവിതയാവട്ടെ അതല്ല പദ്യമാവട്ടെ ഗദ്യമാവട്ടെ ദുആ ചെയ്യുന്ന സമയത്ത് കൈ ഉയർത്തുക എന്നത് സാധാരണ നമ്മൾ അനുവർത്തിക്കുന്നതല്ലേ? ദർസിൻ്റെ ആമുഖത്തിൽ ദർസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഓതുന്ന അല്ലാഹന അഹ്മദുഹു എന്ന് തുടങ്ങുന്ന വരികൾ അത് പറയുമ്പോൾ നമ്മൾ കൈ ഉയർത്തിയിട്ട് തന്നെയാണ് പഴയ കാലം തൊട്ടേ ആ രൂപത്തിൽ തന്നെയാണ് തുടർന്നു പോരുന്നത് എന്ന് ഉസ്താദുമാരിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്ത് കൈ ഉയർത്താൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ഇത് അള്ളാഹുവിനോടുള്ള ഖിതാബായാലും അള്ളാഹുവിനെ വിളിച്ച് പറയുന്നതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് പറയുന്നതായാലും അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം രണ്ടും പ്രശ്നമല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ആ വിവാദത്തിനും വലിയ കാര്യമില്ല. അപ്പോൾ കഫിറു അന്നീ ദുനൂബി എന്ന് പറഞ്ഞ് അവിടെ ജംഉ കൊടുത്ത അതേ ഉസ്താദ് അടക്കം ഉദ്ധരിച്ച ബുൽബുലിൽ തന്നെ മുഫ്രദിൻ്റെ പദമായി അവർ തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് ജംആക്കി അപ്പുറത്ത് വഅഫു എന്ന് ഉസ്താദ് അവരിൽ കാണാതെ പോയതാണോ എന്ന് സാന്ദർഭികമായി ചോദിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പോൾ ഈ ഭാഗം അള്ളാഹുവിനോടുള്ള ഖിതാബായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഖിതാബായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. ഒന്നുകിൽ അത് ഇസ്തിഷ്ഫാ ആണ്, അതല്ലെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള തേട്ടമാണ്. ബഹുമാനപ്പെട്ട അഹ്മദുൽ മർസൂഖി തങ്ങൾ ഇത് അള്ളാഹുവിനോടുള്ള ദുആയാണെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇസ്തിഷ്ഫാ ആണെങ്കിലും അത് പറയാൻ മടിയുള്ളവരല്ല കേരളത്തിലെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു മടിയൊന്നുമില്ല. കേരളത്തിൽ സമസ്ത വിഭാഗത്തിൻ്റെ ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഇസ്തിഗാസയാണ് എന്ന് പറയാൻ മടിക്കേണ്ട സാഹചര്യം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു വാദമൊന്നും ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിഷയത്തിൽ അവസാനമായി പറയാനുള്ളത് ഉസ്താദ് അവറുകൾ പറഞ്ഞ ആ മുഴുവൻ ന്യായങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. വളരെ പൗരാണികമായ നുസ്ഖകളിൽ ഇതുണ്ട്, ഷറഹുകളിൽ ഇതുണ്ട്. കേവലം അതിൻ്റെ ഘടനയിൽ വ്യത്യാസമുണ്ട് എന്നതുകൊണ്ട് മാത്രം ഇത് ഷറഫൽ അനാമിൻ്റെ ഭാഗമല്ല എന്ന് പറയുന്നത് ശരിയല്ല. അതുപോലെ തന്നെ കഫിറു എന്ന് പറയുന്നത് നമ്മളെ കയ്യിലുള്ള നിരവധി നുസ്ഖകൾ അധിക നുസ്ഖകളിലുമുള്ളത് കഫിർ എന്ന് അമ്രിൻ്റെ സീഗ ഉപയോഗിച്ച് കൊടുക്കുന്നതാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട അഹ്മദുൽ മർസൂഖി തങ്ങളുടെ ശറഹിലുള്ളത് അവിടെ ഖഫീഫയായ നൂന് കൊണ്ട് കഫിറൻ എന്ന രൂപമാണ് നൽകുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ മൗലിദ് ഗ്രന്ഥത്തിൽ ഈ പറയുന്ന അസ്റഖ ബൈത്തിൽ പിൽക്കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഷീനി മുഹമ്മദ് ലബ്ബൈ ആലിം സാഹിബിനെ പോലോത്തവർ ചേർത്തു കൊടുത്തതിൽ നിന്ന് പിന്നീട് വന്നതാവാം എന്ന് പറയുന്ന ന്യായം ഒരു നിലക്കും ശരിയല്ല. കാരണം അവർക്കും മുമ്പ് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് തുർക്കിയിൽ നിന്നും അതുപോലെ തന്നെ ദാഗിസ്ഥാനിൽ നിന്നുമൊക്കെ നമുക്ക് ലഭ്യമാവുന്ന സറഫൽ അനാം മൗലിദിൻ്റെ കോപ്പികളിലൊക്കെ ഈ പറയുന്ന യാ വലിയൽ ഹസനാത്തി എന്ന ഭാഗമുണ്ട്. പഴയ കാലത്തുള്ള ഏതെങ്കിലും ചില കോപ്പികളിൽ ഇല്ല എന്നതുകൊണ്ട് ഇതില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം പല കിതാബുകൾക്കും വ്യത്യസ്തമായ നുസ്ഖകൾ ഇറങ്ങുമ്പോൾ പല ഭാഗങ്ങളിലും അത് വിട്ടുപോകുന്നതൊക്കെ സ്വാഭാവികമാണ്. മാത്രമല്ല അസ്റഖ ബൈത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ വരികൾ പരസ്പരം പല നുസ്ഖകളിലും വ്യത്യാസങ്ങളുണ്ട്. താഴെയുള്ളത് മുകളിലായതും മുകളിലുള്ളത് താഴെയുമായതുമൊക്കെ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ അസ്റഖയുടെ കോപ്പികളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇത് അസ്റഖയിൽപ്പെട്ടതല്ല എന്ന് പറയുന്ന ആ ഒരു രീതി ശരിയല്ല എന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വൈജ്ഞാനികമായ ചർച്ചയ്ക്ക് നമുക്കൊക്കെ അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്യരായ നജീബ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർക്ക് അള്ളാഹു തആല ദീനീ ഖിദ്മത്തിനും അള്ളാഹു തആല അവരോടൊപ്പം നമുക്കും ദീനീ ഖിദ്മക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.